ഈജിപ്തിനെതിരെ ലിയോണൽ മെസ്സിയുടെ സംഘം വിജയിക്കുമ്പോൾ അത് പലപ്പോഴും കണ്ണടച്ച റഫറിയുടെ കാരുണ്യം കൂടി അതിന് പിന്നിലുണ്ട് എന്നുള്ളതൊരു പച്ച പരമാർത്ഥമാണ്. റഫറിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഈജിപ്ത് ഈ മത്സരത്തിന് ശേഷം ഉയർത്തുന്നത്. അർജന്റീനയും മെസ്സിയെയും വിജയിപ്പിക്കാൻ റഫറി ഈജിപ്തിനോട് അനീതി കാട്ടിയെന്ന് തുറന്നടിക്കുകയാണ് പരിശീലകരും താരങ്ങളും. മത്സരത്തിലെ റഫറിങ്ങിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഈജിപ്തിനായി ഗോളടിച്ച മുസ്തഫ സീക്കോ റഫറിക്കെതിരെ ആഞ്ഞടിച്ചു. അർജന്റീനയ്ക്ക് വെള്ളിത്തളികയിൽ കിരീടം നൽകാനുള്ള ശ്രമമാണ് നടന്നതെന്നും ഒരു രാജ്യം മുഴുവൻ നടത്തിയ കഠിനാധ്വാനത്തെ തകർത്ത് കളഞ്ഞെന്നും വിമർശനം. മെസ്സി പാഴാക്കിയ പെനാൽറ്റി കിക്കിനിടയാക്കിയ വീഴ്ചയിൽ തുടങ്ങുന്നു ഈജിപ്തിനോടുള്ള ഫ്രഞ്ച് റഫറി ഫ്രാങ്കോയിസ് ലെറ്റക്സിയറുടെ യുദ്ധം. പെനാൽറ്റി വിധിക്കേണ്ടിയിരുന്നോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തീരുമാനം. മുസ്തഫ സീക്കോ ഈജിപ്തിനായി ഗോളടിച്ചപ്പോൾ വാർച്ചക്കിന് പോയ റഫറിയുടെ ഫൗൾ വീണ്ടും. അർജന്റീൻ താരം മൊളീന ഇമാം അഷൌറിന്റെ മുഖത്തടിച്ചത് ടിവിയിൽ കളി കണ്ടവരൊക്കെയും കണ്ടെങ്കിലും റഫറി മാത്രം കണ്ടില്ല. റെഡ് കാർഡ് കൊടുക്കേണ്ടിയിരുന്ന കുറ്റത്തിന് വാറിന് പോലും പോകാതെ കണ്ടടച്ചു. ഏറ്റവും ഒടുവിൽ മുഹമ്മദ് സലായെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയിട്ടും വാറിന് പോകാതെ വീണ്ടും അർജന്റീനയുടെ രക്ഷകനായി റഫറി. പന്ത് നേരെ പോയത് അർജന്റീനയുടെ വിജയഗോളിലേക്ക്. ഫൗൾ അനവധിയുണ്ടായെങ്കിലും അർജന്റീൻ താരങ്ങൾക്കാർക്കും മഞ്ഞക്കാർഡില്ല. ഈജിപ്തിന്റെ 5 താരങ്ങൾക്ക് മഞ്ഞക്കാർഡ്. ഒപ്പം റഫറിയുടെ നീതികേട് ചോദ്യം ചെയ്തതിനും വിവേചനത്തിനെതിരെ കൈകൾ ഉയർത്തിയതിനും പരിശീലകൻ ഹൊസം ഹസനും മഞ്ഞക്കാർഡ്. പണമുണ്ടാക്കാൻ മെസ്സി അനിവാര്യമെങ്കിൽ ഞങ്ങളെ എന്തിന് വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്നാണ് ഈജിപ്ത് പരിശീലകന്റെ ചോദ്യം. അർജന്റീനയുടെ 12ാമനായി കളിച്ച റഫറി ഗോളടിക്കാതിരുന്നത് ഭാഗ്യമായെന്നും ഗ്യാലറിയിൽ ഇരുന്ന ഈജിപ്ഷ്യൻ ആരാധകർക്ക് വരെ മഞ്ഞക്കാർഡ് കിട്ടിയെന്നും വരെ എത്തി സമൂഹമാധ്യമ വിമർശനം. പിരിമുറുക്കത്തോടെ കളികണ്ട ഫിഫ പ്രസിഡന്റിനെയും ട്രോളർമാർ മെസ്സി കുപ്പായം അണിയിച്ചു. വേൾഡ് കപ്പ് ഡെസ്ക് ഏഷ്യ.